കൈകളിൽ ഒരു സഞ്ചി തൂക്കി DM പൂജ സിംഗ് വേഷം മാറി സുരക്ഷാ ഗാർഡുകളോ ആഡംബരങ്ങളോ ഇല്ലാതെ ചന്തയിലേക്ക് പോവുകയായിരുന്നു. സിസ്റ്റം സാധാരണക്കാരുമായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് സ്വന്തം കണ്ണുകളാൽ കാണാൻ അവൾ ആഗ്രഹിച്ചു. നടന്നു നീങ്ങുന്നതിനിടയിൽ അവളുടെ നോട്ടം ശംഭു എന്നു പേരുള്ള മധ്യവയസ്കനായ ഒരാളുടെ പാനിപ്പൂരി തള്ളുവണ്ടിയിൽ പതിച്ചു. അയാൾ വളരെ വേഗത്തിൽ പാനിപ്പൂരികൾ നിറച്ച് ഉപഭോക്താക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ മുഖത്ത് വിയർപ്പുണ്ടായിരുന്നെങ്കിലും കണ്ണുകളിൽ ഒരു പ്രത്യേക സംതൃപ്തി ഉണ്ടായിരുന്നു. പൂജ വണ്ടിക്കരികിൽ ചെന്ന് നിന്നിട്ട് പറഞ്ഞു, "ഭയ്യ, ഒരു പ്ലേറ്റ് പാനിപ്പൂരി തരൂ." ശംഭു പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു, "ശരി മാഡം." "പറയൂ, എരിവുള്ളതാണോ അതോ മധുരമുള്ളതാണോ കഴിക്കുന്നത്?" പൂജയുടെ കണ്ണുകളിൽ ഒരു കുസൃതി തിളങ്ങി. അവൾ പറഞ്ഞു, "നല്ല എരിവുള്ളത് ഉണ്ടാക്കൂ. കഴിക്കുമ്പോൾ ഒരു സുഖം തോന്നണം." ഇത് കേട്ടപ്പോൾ ശംഭു പറഞ്ഞു, "ശരി മാഡം, ഇപ്പോൾ നോക്കിക്കോളൂ." തുടർന്ന് അയാൾ തൻ്റെ കല പ്രകടിപ്പിക്കാൻ തുടങ്ങി. അയാൾ ഒരു പാനിപ്പൂരി എടുത്തു. അതിൽ വെള്ള മട്ടറും ഉരുളക്കിഴങ്ങ് മസാലയും നിറച്ചു. എന്നിട്ട് പുതിനയും പുളിയും ചേർത്ത മസാല വെള്ളത്തിൽ മുക്കി പൂജയ്ക്ക് നേരെ നീട്ടി. പൂജ പാനിപ്പൂരി വായിലേക്ക് വെച്ചതും ആളുകളുടെ ചിരിയും ബഹളവും പെട്ടെന്ന് നിന്നു. പൂജ തിരിഞ്ഞു നോക്കിയപ്പോൾ 2 ബുള്ളറ്റ് മോട്ടോർ ബൈക്കുകളിലായി 3 പോലീസുകാരും അധികാരഗർവുള്ള ഇൻസ്പെക്ടർ വിക്രം റാണയും വരുന്നത് കണ്ടു. അവരുടെ മോട്ടോർ സൈക്കിൾ നേരെ ഈ വണ്ടിക്ക് മുന്നിൽ വന്നു നിന്നു. വിക്രം റാണ തന്റെ മീശ പിരിച്ചുകൊണ്ട് സിപ്പായിമാരോടൊപ്പം ബൈക്കിൽ നിന്നിറങ്ങി ശംഭുവിനെ തുറിച്ചു നോക്കി കടുപ്പമുള്ള ശബ്ദത്തിൽ പറഞ്ഞു, "എടാ ശംഭു, നിന്റെ വണ്ടി ഇന്ന് വീണ്ടും ഇവിടെ വന്നല്ലോ. റോഡിൽ കച്ചവടം ചെയ്യരുതെന്ന് എത്ര വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നീ നന്നാവാൻ പോകുന്നില്ല." ശംഭുവിന്റെ പ്രസന്നമായ മുഖം നിമിഷ നേരം കൊണ്ട് വാടിപ്പോയി. അയാൾ പേടിച്ചുകൊണ്ട് കൈകൾ കൂപ്പി പറഞ്ഞു, "സാബ്, ഞാൻ പാവപ്പെട്ടവനാണ്. കുട്ടികളെ വളർത്തണം. അല്പം വശത്തല്ലേ വണ്ടി വെച്ചിട്ടുള്ളൂ. സാബ്, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല." ഇത് കേട്ടതും ഇൻസ്പെക്ടർ വിക്രം റാണെ ഉറക്കെ ചിരിച്ചു. "ബുദ്ധിമുട്ടുണ്ടാകുന്നില്ലെന്നോ? ബുദ്ധിമുട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നീയാണോ ഞങ്ങളെ പഠിപ്പിക്കുന്നത്? ഈ ആഴ്ചയിലെ വിഹിതം എവിടെ? കച്ചവടം നല്ലപോലെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തലക്കനം കൂടിയത്." ശംഭു കേണപേക്ഷിക്കാൻ തുടങ്ങി. "അങ്ങനെയല്ല സാബ്, ഇതുവരെ ബോണി പോലും ശരിക്ക് നടന്നിട്ടില്ല. വൈകുന്നേരമാവുമ്പോഴേക്കും എന്തുണ്ടാകുന്നോ അത് ഞാൻ സ്റ്റേഷനിൽ എത്തിക്കാം സാബ്." ഇൻസ്പെക്ടർ വിക്രം റാണയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. അയാൾ പറഞ്ഞു, "വൈകുന്നേരം വരെയോ? ഞങ്ങളെ വിഡ്ഢികളാക്കുകയാണോ നീ? നിന്നെ വൈകുന്നേരം വരെ കാത്തിരിക്കാനൊന്നും ഞങ്ങളെ കിട്ടില്ല." ശംഭു ഭയന്നുപോയി. "അല്ല സാബ്, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല." ശംഭു മറ്റെന്തെങ്കിലും പറയുന്നതിനു മുമ്പ് കോൺസ്റ്റബിൾ പട്ടീൽ മുന്നോട്ട് വന്ന് വണ്ടിയിലിരുന്ന വെള്ളം നിറച്ച ജഗ്ഗെടുത്ത് റോഡിലേക്ക് എറിഞ്ഞു. മസാല വെള്ളം റോഡിലാകെ പരന്നു. ആർക്കും ഒന്നും മനസ്സിലാകുന്നതിനു മുമ്പ് ഇൻസ്പെക്ടർ വിക്രം റാണെ തന്റെ ഭാരമേറിയ കാലുകൊണ്ട് ശംഭുവിന്റെ വണ്ടി ആഞ്ഞു ചവിട്ടി. വണ്ടി ആകെ മറഞ്ഞു. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ്, മട്ടർ, ചമ്മന്തി എന്നിവയെല്ലാം റോഡിൽ ചിതറി. 100 കണക്കിന് പാനിപ്പൂരികൾ നിലത്ത് വീണ് അഴുക്കുവെള്ളത്തിൽ കുതിർന്നു. ശംഭുവിന്റെ അന്നത്തെ അധ്വാനവും മക്കളെ ഡോക്ടറാക്കണമെന്ന സ്വപ്നവുമെല്ലാം ആ അഴുക്ക് നിറഞ്ഞ വെള്ളത്തിൽ ചിതറിക്കിടന്നു. ശംഭു നിലത്തിരുന്ന് തന്റെ ചിതറിക്കിടക്കുന്ന പൂരികൾ നോക്കി കരയുകയായിരുന്നു. ഇതുകണ്ട പൂജ സിംഗിന്റെ രക്തം തിളച്ചു. ഒരു DM എന്ന നിലയിലല്ല, മറിച്ച് ഒരു മനുഷ്യൻ എന്ന നിലയിൽ. അവൾ ഒരടി മുന്നോട്ട് വെച്ച് തന്റെ ശബ്ദം കഴിയുന്നത്ര കടുപ്പിച്ചു പറഞ്ഞു, "ഇതെന്തൊരു രീതിയാണ്? ഒരു പാവപ്പെട്ടവന്റെ അന്നത്തിൽ ചവിട്ടാൻ നിങ്ങൾക്ക് നാണമില്ലേ?" പൂജയുടെ ശബ്ദം കേട്ടതും ഇൻസ്പെക്ടർ വിക്രം റാണയും കൂട്ടാളികളും ഞെട്ടി അവളെ നോക്കി. വിക്രം റാണെ പൂജയെ മുകളിൽ നിന്ന് താഴെ വരെ തുറച്ചു നോക്കിയിട്ട് ചിന്തിച്ചു, വെറുമൊരു സാധാരണ ചുരിദാർ ധരിച്ച ഈ സ്ത്രീ
എന്നെ നിയമം പഠിപ്പിക്കാൻ ധൈര്യപ്പെടുന്നു. വിക്രം റാണെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. ഓഹോ, ഇന്ന് സമാജ സേവനത്തിന് ആരാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കൂ. മാഡം, നിങ്ങൾ ആരാണ്? ഇവന്റെ ബന്ധുവാണോ? സ്വന്തം കാര്യം നോക്കി പോകൂ. ഇവിടെ അധികം നേതാവാകാൻ നോക്കണ്ട. കോൺസ്റ്റബിൾ പട്ടീലും കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഈ മാഡം ഈ നഗരത്തിൽ പുതിയതാണെന്ന് തോന്നുന്നു. ഇൻസ്പെക്ടർ വിക്രം റാണെ സാബ് ആരാണെന്നിവർക്ക് അറിയില്ല. പൂജ ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു. ഞാൻ ആരായാലും ഈ രാജ്യത്തെ ഒരു പൗരയാണ്. ഒരാളുടെ അധ്വാനം ഇങ്ങനെ നശിപ്പിക്കാൻ ഏത് നിയമമാണ് നിങ്ങൾക്ക് അധികാരം നൽകിയതെന്ന് ഞാൻ ചോദിക്കുന്നു. ഇത് പാവപ്പെട്ടവരോടുള്ള ക്രൂരതയല്ലാതെ മറ്റെന്താണ്? ക്രൂരത, നിയമം തുടങ്ങിയ വാക്കുകൾ കേട്ടപ്പോൾ വിക്രം റാണയുടെ ദേഷ്യം ഇരട്ടിച്ചു. ഒരു സാധാരണ സ്ത്രീ തന്നോട് തർക്കിക്കുന്നത്, അതും ഇത്രയും ജനക്കൂട്ടത്തിന് മുന്നിൽ, തന്റെ അഹങ്കാരത്തിനേറ്റ മുറിവായി അയാൾ കണ്ടു. അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. അയാൾ അലറിക്കൊണ്ട് പറഞ്ഞു. നിൽക്ക്, നിന്നെ ഇപ്പോൾ ഞാൻ നിയമം പഠിപ്പിക്കാം. അടുത്ത നിമിഷം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അയാൾ ആഞ്ഞു പൂജാ സിംഗിന്റെ കവിളത്ത് ഒരടി കൊടുത്തു. ആ ശബ്ദം കേട്ട് ഒരു നിമിഷം ലോകം നിശ്ചലമായതുപോലെ തോന്നി. അവളുടെ കവിളിൽ 5 വിരലുകളുടെ ചുവന്ന പാടുകൾ തെളിഞ്ഞു. ചെവിയിൽ ഒരു മുഴക്കം അനുഭവപ്പെട്ടു. ജനക്കൂട്ടം സ്തംഭിച്ചു നിന്നു. പരസ്യമായി ചന്തയിൽ വെച്ച് ഒരു പോലീസുകാരൻ ഒരു സ്ത്രീയെ തല്ലിയത് ആർക്കും വിശ്വസിക്കാനായില്ല. ശംഭു ആകെ തകർന്നുപോയി. പക്ഷെ പോലീസുകാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അവർ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കൊള്ളാം, വലിയ നിയമം പഠിപ്പിക്കാൻ വന്നതായിരുന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ പോലീസിനോട് എതിർത്തു സംസാരിച്ചാലുള്ള ഫലം. പൂജ തന്റെ കവിളിൽ കൈവച്ചു. വേദനയേക്കാൾ വലിയ അപമാനമാണ് അവൾക്ക് തോന്നിയത്. എന്നാൽ അവളുടെ ഉള്ളിലെ ദേഷ്യം ഇപ്പോൾ ഉറച്ചൊരു തീരുമാനമായി മാറി. അപ്പോഴേക്കും ഒരു സിപ്പായി മുന്നോട്ട് വന്ന് പൂജയുടെ കൈത്തണ്ടയിൽ ബലമായി പിടിച്ചു പറഞ്ഞു. സാബ്, പറയൂ, ഇവളെ ഇപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകാമെന്ന്. ഇൻസ്പെക്ടർ വിക്രം റാണെ അലറിക്കൊണ്ട് പറഞ്ഞു. അതെ, ഇവളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകൂ. അവിടെ വെച്ച് ഇവളുടെ എല്ലാ അഹങ്കാരവും തീർക്കാം. തുടർന്ന് 2 കോൺസ്റ്റബിൾമാർ പൂജയെ തള്ളിക്കൊണ്ട് വണ്ടിയിലേക്ക് കൊണ്ടുപോയി. ജനക്കൂട്ടം ഇപ്പോഴും മൂകസാക്ഷികളായി നിൽക്കുകയായിരുന്നു. ഇൻസ്പെക്ടർക്കെതിരെ ശബ്ദമുയർത്താൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും കണ്ണുകളിൽ പോലീസിനോടുള്ള ഭയം വ്യക്തമായിരുന്നു. പൂജയ്ക്ക് സ്ഥിതിഗതികൾ എത്രത്തോളം ഗുരുതരമാണെന്ന് ബോധ്യമായി. ഇപ്പോൾ തന്നെ തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി വെളിപ്പെടുത്തണമെന്ന് അവൾക്ക് തോന്നി. ഒരു ഫോൺ കോൾ ചെയ്താൽ മതി, ഇവർ 4 പേരും അവളുടെ കാൽക്കൽ വീഴും. പക്ഷെ അപ്പോഴേക്കും അവളുടെ മനസ്സിൽ മറ്റൊരു ചിന്ത വന്നു. ഞാനൊരു DM ആണെന്ന് ഇപ്പോൾ പറഞ്ഞാൽ ഇവർ പേടിച്ച് എന്റെ പിന്നാലെ നടക്കും, സല്യൂട്ട് അടിക്കും, മാപ്പു ചോദിക്കും. പക്ഷെ DM എന്ന ടാഗ് ഇല്ലാത്ത സാധാരണക്കാരന്റെ അവസ്ഥ എന്താകും? ദിവസവും ഇതേപോലെ അപമാനിക്കപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളുടെ അവസ്ഥ എന്താകും? അവൾ മനസ്സിൽ തീരുമാനിച്ചു. ഞാനിപ്പോൾ എന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ല. ഈ സിസ്റ്റത്തിന്റെ ഒഴുക്ക് അവസാനം വരെ എനിക്ക് കാണണം. ഒരു സാധാരണ സ്ത്രീയെ ഇവർ എത്രത്തോളം ഉപദ്രവിക്കുമെന്ന് എനിക്കറിയണം. ഈ നാടകം ഇനിയും തുടരട്ടെ. അവൾ എതിർത്തൊന്നും പ്രകടിപ്പിച്ചില്ല. പോലീസുകാർ അവളെ നിർബന്ധിച്ച് വണ്ടിയിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പൂജ നിശബ്ദയായിരുന്നു. അവളുടെ മുഖം ശാന്തമായിരുന്നു. പക്ഷേ കണ്ണുകളിൽ ഒരു കൊടുങ്കാറ്റുണ്ടായിരുന്നു. വഴിനീളെ പോലീസുകാർ അവളെ കളിയാക്കിക്കൊണ്ടിരുന്നു. ഇവൾ വലിയ ആളാണെന്ന് തോന്നുന്നു, ഏതെങ്കിലും വലിയ വീട്ടിലെ പെണ്ണാകും എന്നൊരാൾ പറഞ്ഞപ്പോൾ മറ്റൊരാൾ പറഞ്ഞു. അല്ലല്ല, വലിയ വീട്ടിലെ പെണ്ണാണെങ്കിൽ ഇങ്ങനെ വഴിയരികിൽ നിന്ന് പാനിപ്പൂരി കഴിക്കുമോ? ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി വന്നതാകും. എന്നിട്ട് നമ്മളെ നിയമം പഠിപ്പിക്കുന്നു. സ്റ്റേഷനിലെത്തട്ടെ. വിക്രം റാണെ സാബിന്റെ കൈച്ചൂടറിഞ്ഞാൽ എല്ലാവരും നേരെയാകും. പൂജ അവരുടെ ഓരോ വാക്കും കേട്ടു. പക്ഷെ ഒന്നും മിണ്ടിയില്ല. ഓരോ മുഖവും പേരും അവൾ മനസ്സിൽ കുറിച്ചു വെച്ചു. സ്റ്റേഷനിലെത്തിയതും അവളെ വണ്ടിയിൽ നിന്നും വലിച്ചിറക്കി
വിക്രം റാണെ ഉത്തരവിട്ടു. ഇവളെ ലോക്കപ്പിലിടൂ. ഒരു വനിതാ കോൺസ്റ്റബിൾ പൂജയെ പിടിച്ച് സ്ത്രീകളുടെ ലോക്കപ്പിലേക്ക് തള്ളിയിട്ട് പുറത്തുനിന്നും ഇരുമ്പ് വാതിൽ പൂട്ടി. ലോക്കപ്പിനുള്ളിലെ ദുരവസ്ഥ നരകതുല്യമായിരുന്നു. വൃത്തിഹീനമായ ചെറിയ മുറി, ദുർഗന്ധം വമിക്കുന്ന പുതപ്പ്, കോണുകളിൽ അഴുക്ക്. അവിടെ നേരത്തെ തന്നെ ലക്ഷ്മി എന്ന 40-കാരിയും റീന എന്ന 24-കാരിയും പേടിച്ചിരിക്കുകയായിരുന്നു. ലക്ഷ്മി ചോദിച്ചു, സഹോദരി, നിന്നെ എന്തിനാണ് പിടിച്ചത്? പൂജ മറുപടി നൽകി, ഒരു പാവപ്പെട്ടവനെ സഹായിക്കാൻ ശ്രമിച്ച തെറ്റിന്. ലക്ഷ്മി ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു, നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് ഈ നാട്ടിൽ സ്ഥാനമില്ല. ഇവിടെ നിയമം സമ്പന്നർക്ക് വേണ്ടിയുള്ളതാണ്. നിന്റെ കയ്യിൽ പണമോ സ്വാധീനമോ ഇല്ലെങ്കിൽ അവർ നിന്നെ ഒരുപാട് ഉപദ്രവിക്കും. റീന കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതിനാണ് എന്നെ വീട്ടുകാർ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത്. ഞാൻ മോഷ്ടിച്ചെന്ന് സമ്മതിക്കാൻ പറഞ്ഞ് അവർ എന്നെ രാവിലെ മുതൽ തല്ലുകയാണ്. പൂജയുടെ ഉള്ളു പിടഞ്ഞു. ഇതായിരുന്നു താൻ ഭരിക്കുന്ന സംവിധാനത്തിന്റെ യഥാർത്ഥ മുഖം. കുറച്ചു കഴിഞ്ഞ് വിക്രം റാണെ ലോക്കപ്പിനടുത്തു വന്നു. അയാൾ പാൻ ചവച്ചുകൊണ്ട് പരിഹസിച്ചു. എങ്ങനെയുണ്ട് മാഡം ഞങ്ങളുടെ സർക്കാർ അതിഥി മന്ദിരം? പൂജ ഭയമില്ലാതെ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, ഇൻസ്പെക്ടർ, നിങ്ങൾ ചെയ്തത് തെറ്റാണ്. നിങ്ങൾ നിങ്ങളുടെ യൂണിഫോമിനെ അപമാനിച്ചു. വിക്രം റാണെ കാർക്കിച്ചു തുപ്പി പറഞ്ഞു, യൂണിഫോമിനെ പറ്റി നീ എന്നെ പഠിപ്പിക്കണ്ട. മര്യാദയ്ക്ക് ഈ പേപ്പറിൽ ഒപ്പിട്. നീ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും മദ്യപിച്ച് ബഹളമുണ്ടാക്കിയെന്നും ഇതിലെഴുതിയിട്ടുണ്ട്. ഒപ്പിട്ടിട്ട് ഇവിടെ നിന്നും സ്ഥലം വിട്. പൂജ പറഞ്ഞു, ഈ കള്ളരേഖയിൽ ഒപ്പിടില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. വിക്രം റാണെ ചിരിച്ചു. ഒപ്പിടില്ലല്ലേ? എന്നാൽ ശരി, കൊതുക് കടിയേൽക്കുമ്പോൾ നിന്റെ ബുദ്ധി തെളിയും. അയാൾ അശ്ലീലമായ രീതിയിൽ പുഞ്ചിരിച്ചു. പിന്നീട് വിക്രം റാണെ ദേഷ്യപ്പെട്ട് പറഞ്ഞു, പട്ടീൽ, ഇവളെ ഉള്ളിലേക്ക് കൊണ്ടുപോയി പോലീസിനെ അനുസരിച്ചില്ലെങ്കിലുള്ള ഫലം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കൂ. 2 സിപ്പായിമാർ ലോക്കപ്പിനുള്ളിലേക്ക് കയറി. ഒരാൾ പൂജയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചു. വേദന കൊണ്ട് പൂജ പൊളഞ്ഞു. എന്നെ വിടൂ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, അവൾ നിലവിളിച്ചു. അവർ അവളെ നിർബന്ധിച്ച് ഒരു ഇരുട്ടുമുറിയിലേക്ക് കൊണ്ടുപോയി തറയിലേക്ക് തള്ളിയിട്ടു. വിക്രം റാണെ ഒരു വടിയുമായി അവിടെ എത്തി. ഇപ്പോൾ ഒപ്പിടുമോ അതോ ഈ വടി കൊണ്ട് നിന്റെ സമാജ സേവനം ഞാൻ തീർത്തു തരണോ? അയാൾ ചോദിച്ചു. പൂജ തലയുയർത്തി പറഞ്ഞു, എന്നെ അടിച്ചോളൂ, പക്ഷെ ഓരോ അടിക്കും നീ കണക്ക് പറയേണ്ടി വരും. അയാൾ ചിരിച്ചു. ആരോട് കണക്ക് പറയാൻ? നിന്നോടോ? അയാൾ വടി ഓങ്ങിയതും പെട്ടെന്ന് വാതിൽ തുറന്ന് ഒരു ACP റാങ്കുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഉള്ളിലേക്ക് വന്നു. വിക്രം റാണെ പെട്ടെന്ന് വടി പിന്നിൽ ഒളിപ്പിച്ചു. ACP ചോദിച്ചു, ഇവിടെ എന്താണ് നടക്കുന്നത്? പൂജ ACPയോട് പറഞ്ഞു, ഓഫീസർ, നിങ്ങൾക്ക് നിയമം അറിയാമെങ്കിൽ ഒരു വനിതാ കോൺസ്റ്റബിൾ ഇല്ലാതെ രാത്രിയിൽ ഒരു സ്ത്രീയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് അറിയാമായിരിക്കും. പൂജയുടെ സംസാര രീതി കണ്ട് ACPക്ക് എന്തോ പന്തികേട് തോന്നി. അയാൾ വിക്രം റാണയോട് പറഞ്ഞു, ഇവളെ ലോക്കപ്പിലേക്ക് മാറ്റൂ. രാവിലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാം. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്. പൂജ അന്ന് രാത്രി മുഴുവൻ ഉറങ്ങിയില്ല. കൊതുക് കടിയും ആഹാരത്തിന്റെ മോശം അവസ്ഥയും അവളെ ചിന്തിപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ വിക്രം റാണെ വന്നു പറഞ്ഞു, നിന്റെ ഭാഗ്യം കൊള്ളാം, നിനക്ക് ജാമ്യം ലഭിച്ചു. ആരോ ഒരു പത്രപ്രവർത്തക വിവരമറിഞ്ഞു വന്നിട്ടുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ മീര എന്ന പത്രപ്രവർത്തക ക്യാമറയുമായി നിൽപ്പുണ്ടായിരുന്നു. പോലീസ് അവളെ തടയാൻ നോക്കി. പൂജ അവിടെ നിന്നു. അപ്പോഴാണ് ഒരു വൃദ്ധ തന്റെ മകനെ വിട്ടയക്കണമെന്ന് പറഞ്ഞ് പോലീസുകാരോട് കരഞ്ഞപേക്ഷിക്കുന്നത് അവൾ കണ്ടത്. എന്നാൽ പോലീസ് അവരെ ആട്ടിയോടിച്ചു. ഇത് കണ്ട പൂജയുടെ നിയന്ത്രണം വിട്ടു. വിക്രം റാണെ പറഞ്ഞു, എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പോകൂ. പൂജ ശാന്തമായി വിക്രം റാണയെ നോക്കി. അവൾ ഓരോ പോലീസുകാരന്റെയും പേര് വിളിച്ചു പറഞ്ഞു. കോൺസ്റ്റബിൾ അശോക് പട്ടീൽ, കോൺസ്റ്റബിൾ മോറെ, കോൺസ്റ്റബിൾ ഷിൻഡെ. അവരുടെ മുഖം വിളറി. പൂജ തന്റെ ഫോണെടുത്ത് സ്പീക്കറിലിട്ടു.
അവൾ കമ്മീഷണറെ വിളിച്ചു. കമ്മീഷണർ സാബ്, പൂജ സിംഗാണ് സംസാരിക്കുന്നത്. കമ്മീഷണർ ഞെട്ടിപ്പോയി. മാഡം, നിങ്ങൾ എവിടെയാണ്? പൂജ പറഞ്ഞു. ഞാൻ കൊത്രൂഡ് പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലായിരുന്നു. ഇൻസ്പെക്ടർ വിക്രം റാണെ എന്നെ തല്ലുകയും ചെയ്തു. നിങ്ങൾ ഉടൻ തന്നെ SSPയുമായി ഇങ്ങോട്ട് വരണം. സിസ്റ്റത്തിലെ അഴുക്ക് വൃത്തിയാക്കാനുണ്ട്. ഫോൺ കട്ടായതും സ്റ്റേഷനിൽ നിശബ്ദത പടർന്നു. വിക്രം റാണെ വിറച്ചുപോയി. മാഡം, നിങ്ങൾ ആരാണ്? പൂജ തന്റെ മുടി ഒതുക്കി വെച്ച് അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ഞാൻ പൂജ സിംഗ്, ഈ ജില്ലയുടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. വിക്രം റാണയുടെ കയ്യിൽ നിന്നും വടി താഴെ വീണു. 5 മിനിറ്റിനുള്ളിൽ വലിയ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ സ്റ്റേഷന് മുന്നിലെത്തി. SP പൂജയെ കണ്ട് സെല്യൂട്ട് അടിച്ചു. പൂജയുടെ കവിളിലെ പാടും വേഷവും കണ്ട് അവ സ്തംഭിച്ചുപോയി. പൂജ നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു. വിക്രം റാണെ കാലുപിടിച്ച് മാപ്പ് ചോദിച്ചെങ്കിലും പൂജ വിട്ടില്ല. നീ എന്നെ തല്ലിയത് ഞാനൊരു സാധാരണ സ്ത്രീയാണെന്ന് കരുതിയാണ്. ഞാൻ DM അല്ലായിരുന്നെങ്കിൽ നീ എന്നെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലിടുമായിരുന്നില്ലേ? അവൾ ചോദിച്ചു. പൂജ ഉത്തരവിട്ടു. ഇൻസ്പെക്ടർ വിക്രം റാണയെയും സംഘത്തെയും ഉടൻ സസ്പെൻഡ് ചെയ്യുക. അവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുക. ശംഭുവിനുണ്ടായ നഷ്ടം ഇവരുടെ ശമ്പളത്തിൽ നിന്നും ഈടാക്കണം. ലോക്കപ്പിലുള്ള ലക്ഷ്മിയെയും റീനയെയും ഉടൻ മോചിപ്പിക്കുക. സ്റ്റേഷന് പുറത്തിറങ്ങിയ പൂജ ശംഭുവിനെ കണ്ട് മാപ്പു ചോദിച്ചു. അയാളുടെ വണ്ടി ശരിയാക്കി നൽകുമെന്നും ലൈസൻസ് നൽകുമെന്നും അവൾ ഉറപ്പ് നൽകി. മാധ്യമങ്ങളോട് അവൾ പറഞ്ഞു, നിയമത്തിനു മുകളിൽ ആരുമില്ല. പോലീസ് ജനങ്ങളുടെ സംരക്ഷകരാകണം, അല്ലാതെ ഭക്ഷകരാകരുത്. പൂജ സിംഗ് തന്റെ ഔദ്യോഗിക വാഹനത്തിൽ കയറി. കവിളിൽ വേദനയുണ്ടായിരുന്നെങ്കിലും അവളുടെ മനസ്സിൽ സംതൃപ്തിയായിരുന്നു. സിസ്റ്റത്തിലെ വലിയൊരു അഴുക്ക് തുടച്ചു നീക്കാൻ അവൾക്ക് സാധിച്ചു. ജനങ്ങൾ അവൾക്ക് വേണ്ടി ജയ് വിളിച്ചു. ആ രാവിലെ ഒരു പുതിയ പ്രതീക്ഷയുടെയും നീതിയുടെയും പ്രഭാതമായിരുന്നു. ഈ കഥ വെറും സാങ്കല്പികം മാത്രമാണ്. ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ വേദനിപ്പിക്കാനോ ഉദ്ദേശിച്ചുള്ളതല്ല. ഇതിലെ കഥാപാത്രങ്ങളും സംഭവങ്ങളും വിദ്യാഭ്യാസപരവും വിനോദപരവുമായ ഉദ്ദേശത്തോടെ നിർമ്മിച്ചവയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.